പതിവ് പോലെ നമുക്ക് ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ഒരു വേട്ടയ്ക്ക് പോയ രാജാവിന് വഴിതെറ്റി. നേരമാണെങ്കിൽ രാത്രിയാകാനും തുടങ്ങി. രാജാവ് സമയം കളയാതെ ഒരു കുന്നിന് മുകളിലേക്ക് പോയി. അടുത്തെങ്ങും ഗ്രാമങ്ങളോ വീടുകളോ ഒന്നും ആ രാജാവിന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. രാജാവ് പെട്ടെന്ന് ആ വെളിച്ചത്തിനടുത്തേക്ക് നീങ്ങി. അടുത്തെത്തിയപ്പോൾ അതൊരു ചെറിയ കുടിലാണെന്ന് മനസ്സിലായി. ആ കുടിലിൽ ഒരു പ്രായമായ ഒരു സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സ്ത്രീ രാജാവിനെ കണ്ടപ്പോൾ വിചാരിച്ചത് അയാൾ ഒരു ഭടനാണെന്നാണ്. രാജാവാണെന്ന് മനസ്സിലായില്ല. സ്ത്രീ രാജാവിന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. രാജാവിനാണെങ്കിൽ വെള്ളം മാത്രം പോരാ, കുറച്ച് വിശക്കുന്നുണ്ട്. കുറച്ചല്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇതറിഞ്ഞപ്പോൾ ആ സ്ത്രീ രാജാവിന് ഭക്ഷണവും കൊടുത്തു. നല്ല ചൂടുള്ള ഭക്ഷണമായിരുന്നു. പക്ഷേ വിശപ്പ് കാരണം ഇത് ശ്രദ്ധിക്കാതെ രാജാവ് ഒന്നിച്ച് ആ ഭക്ഷണത്തിലേക്ക് കൈയിട്ടു. അതോടെ രാജാവിൻ്റെ കയ്യിൽ ചെറുതായിട്ട് പൊള്ളലേറ്റു. കുറച്ച് ഭക്ഷണം താഴെ പോയി. ഇത് കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളും നമ്മുടെ രാജാവിനെ പോലെ തീരെ ക്ഷമയില്ലാത്ത ഒരാളാണല്ലോ. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെന്താ നമ്മുടെ രാജാവ് തീരെ ക്ഷമയില്ലാത്ത ഒരാളാണെന്ന് പറയാൻ കാരണം? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നമ്മുടെ രാജാവിൻ്റെ അത്യാഗ്രഹം കാരണം അദ്ദേഹം ആദ്യം വലിയ രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴടക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ രാജാവിന് ഒട്ടേറെ ഭടന്മാരെ നഷ്ടമാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്ന ഭക്ഷണം കുറച്ചായിട്ട് ഒരു അരികിൽ നിന്നെടുത്ത് കഴിച്ചിരുന്നെങ്കിൽ താങ്കളുടെ കൈ പൊള്ളില്ലായിരുന്നു, പുറത്തേക്ക് ഭക്ഷണം പോവുകയും ഇല്ലായിരുന്നു. അതുപോലെ ആദ്യം ചെറു രാജ്യങ്ങൾ കീഴടക്കുകയാണെങ്കിൽ രാജാവിന് അധികം ഭടന്മാരെ നഷ്ടമാകില്ല. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ അംഗബലം കൂട്ടാനും പറ്റും. കാലക്രമേണ വലിയ രാജ്യങ്ങൾ കീഴടക്കുകയും ചെയ്യാം. ഇത് കേട്ട രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലായി എന്നതാണ് ഈ കഥയുടെ സാരാംശം. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിൽ വിജയിക്കാൻ ക്ഷമ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആദ്യം ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കുക. അങ്ങനെ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിക്കുക. എല്ലാം ഒരുമിച്ച് നേടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിങ്ങൾ വിജയത്തിലെത്തില്ല, പരാജയമായിരിക്കും ഫലം. ആ പരാജയം ഒരുപക്ഷേ വലിയ നിരാശയിലേക്കൊക്കെ കൊണ്ടുപോയെന്ന് വരും. അപ്പോൾ കൊച്ചു രാജ്യങ്ങൾ കീഴടക്കുന്നത് പോലെ കൊച്ചു വിജയങ്ങൾ, ആ കൊച്ചു വിജയങ്ങളിൽ നിന്നുള്ള സന്തോഷം അത് വലുതായി വലിയ വിജയമാകുമ്പോൾ വലിയ സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ചൂടുള്ള കാപ്പി ഇവിടെ തയ്യാറാണ്. വീട്ടിലും ചൂടുള്ള കാപ്പിയോ ചായയോ ഒക്കെ എടുത്തോളൂ. ചൂടുള്ള വാർത്തകൾ വരുന്നുണ്ട്.